മണിപ്പൂരിൽ ക്രൈസ്തവർ കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുകയാണ്. ഏതാണ്ട് 50 ദിവസം കഴിഞ്ഞു. മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ആരംഭം കുറിച്ച ഒരു വർഗീയ കലാപം ഏതോ വലിയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന പോലെ ക്രൈസ്തവർക്കെതിരെ തിരിയുന്ന രംഗമാണ് കണ്ടത്. പിന്നീട് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഏതാണ്ട് 2000-ഓളം ക്രൈസ്തവ കുടുംബങ്ങൾ കത്തിച്ചു കളഞ്ഞു. 200-ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. 120-ഓളം ജീവനുകൾ അപഹരിച്ചു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു ചെറിയ സംസ്ഥാനത്ത് ഇത്രയും അതിക്രൂരമായ ആക്രമണമുണ്ടായിട്ട് സർക്കാർ പരാജയപ്പെടുന്നു. കേന്ദ്ര സർക്കാർ മൗനം ഭജിക്കുന്നു. ഭാരതത്തിലെ ജനങ്ങളെന്നല്ല, ലോകത്തെ ജനങ്ങൾ വലിയ ആകാംക്ഷയോടും ആശങ്കയോടും കൂടി ഈ കാര്യത്തെ നോക്കിക്കാണുന്നു. ലോകത്തെല്ലായിടത്തും പോയി ഭാരതത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് ജനങ്ങൾ ഭീതിയിലും മരണത്തിലേക്കും പോകുമ്പോൾ മൗനം ഭജിക്കുന്നത് എന്നതിന് ആർക്കും ഉത്തരം നൽകാതെ നിൽക്കുന്ന ചോദ്യമായി നിലനിൽക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായ സമരമുഖത്താണ്. പ്രധാനമന്ത്രിയുടെ കണ്ണു തുറപ്പിക്കാനായി 5 ലക്ഷം പേരെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ടുള്ള ഭീമഗർജി സമർപ്പിക്കുകയാണ്. ഈ ജൂലൈ 2-ാം തീയതി ആരംഭം കുറിക്കുന്ന ഭീമഗർജിയുടെ ഒപ്പുശേഖരണം പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും ഞങ്ങൾ. ഒരിക്കലും ഭാരതത്തിലുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള മുറിവാണ് മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ളതെന്ന് ഭരണകൂടം തിരിച്ചറിയണം. മണിപ്പൂർ സർക്കാരിനെ പിരിച്ചുവിടണം. രാഷ്ട്രപതി ഭരണം ഏറ്റെടുക്കണം. ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇനിയെങ്കിലും പ്രതികരിക്കണം. ഇതാണ് കത്തോലിക്ക കോൺഗ്രസ്സിന് പറയുവാനുള്ളത്.